കെപിസിസി അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള ചർച്ചകൾക്ക് തുടക്കം. എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കേരളത്തിൽ. അധ്യക്ഷ സ്ഥാനത്തേക്ക് നിരവധി പേരുകൾ ഉയർന്ന സാഹചര്യത്തിലാണ് വിശദമായ ചർച്ച. മുതിർന്ന നേതാക്കൾ കെപിസിസി സ്ഥാനത്തെത്തി ദീപാദാസ് മുൻഷിയുമായി കൂടിക്കാഴ്ച നടത്തും. വിവരങ്ങളുമായി നിർഭൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. നിർഭൻ, ഈ കെപിസിസി അധ്യക്ഷ സ്ഥാനത്തേക്ക് നിരവധി പേരാണ് ഉള്ളത്. അതിൽ ജോസഫ് വാഴയ്ക്ക് മുതൽ കൊടിക്കുന്നിൽ സുരേഷ് വരെ ഉള്ളവരുണ്ട്. വല്ലാത്ത പ്രതിസന്ധി ദീപാദാസ് മുൻഷിയെ കാത്തിരിക്കുന്നുണ്ട്. എന്താണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ ചർച്ചകളെ കുറിച്ച് കൂട്ടിച്ചേർക്കാനുള്ളത്? സിജു, കേരളത്തിന്റെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഇന്നലെ രാത്രിയാണ് കേരളത്തിൽ എത്തിച്ചേർന്നത്. ഇന്ന് രാവിലെ കൂടി തന്നെ വിവിധ തരത്തിലുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. കെപിസിസി ഭാരവാഹികളുമായിട്ടുള്ള ആശയവിനിമയമല്ല ഉദ്ദേശിക്കുന്നത്. വിവിധ പേരുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. നേരത്തെ സിജു തന്നെ സൂചിപ്പിച്ചതുപോലെ കൊടിക്കുന്നിൽ സുരേഷ്, ബെന്നി ബെഹനാൻ, ആന്റോ ആന്റണി, ഷാഫി പറമ്പിൽ, ജോസഫ് വാഴക്കൻ, കെ.സി. ജോസഫ്, ഒപ്പം തന്നെ മാത്യു കൊഴുന്നാടൻ എന്നീ പേരുകളാണ് ഇപ്പോൾ ലിസ്റ്റിൽ പട്ടികയിലുള്ളത്. അതിൽ അവരുമായി ബന്ധപ്പെട്ട പേരുകൾ പറയുന്ന ചില നേതാക്കളുണ്ട്. മുൻ കെപിസിസി അധ്യക്ഷന്മാർ, മുതിർന്ന നേതാക്കൾ, എ വിഭാഗത്തിന്റെയും ഐ വിഭാഗത്തിന്റെ നേതാക്കൾ, രമേശ് ചെന്നിത്തലയെ പോലെയുള്ള നേതാക്കൾ, ഇത്തരം മുൻ കെപിസിസി അധ്യക്ഷൻ ആയിട്ടുള്ള വി.എസ്. സുധീരൻ തുടങ്ങിയ നേതാക്കളുമായി ആശയവിനിമയം നടത്തി കേരളത്തിലെ മുതിർന്ന നേതാക്കളുടെ മനസ്സ് എന്തായിരിക്കും എന്നതാണ് ആദ്യം ദീപാദാസ് മുൻഷി പരിശോധിക്കുക. എ.കെ. ആന്റണി അടക്കമുള്ള നേതാക്കളുമായി അവർ ആശയവിനിമയം നടത്തും. അതിനുശേഷമായിരിക്കും അതിലേക്ക് ഒരു പേരിലേക്ക് എത്തിച്ചേരുക. അവർ 1-2 ദിവസത്തിന് ശേഷം, ഇന്നും നാളെയും ഇവിടെ ചർച്ചകൾ പൂർത്തിയാക്കിയ ശേഷം ദില്ലിയിലേക്ക് തിരിച്ച് മടങ്ങും. ഈ മാസം 10-ാം തീയതിയാണ് രാഹുൽ ഗാന്ധി വിദേശയാത്ര കഴിഞ്ഞ് ദില്ലിയിലേക്ക് മടങ്ങിയെത്തുന്നത്. അതിനുശേഷമേ തുടർ ചർച്ചകൾ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ കേരളത്തിൽ പുതിയ കെപിസിസി അധ്യക്ഷനായി ഉടൻ തന്നെ പുതിയ ആളെ വേണമെന്ന കാര്യത്തിൽ ആ തത്വത്തിൽ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. സണ്ണി ജോസഫ് നിലവിലെ കെപിസിസി അധ്യക്ഷൻ താൻ ഒഴിയാൻ സന്നദ്ധനാണ്. എത്രയും വേഗം പുതിയ അധ്യക്ഷനെ കണ്ടെത്തണം എന്ന കാര്യം അദ്ദേഹം പാർട്ടി ലീഡർഷിപ്പിനെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം പരസ്യമായും ഇക്കാര്യം വ്യക്തമാക്കി. നിലവിലുള്ള വിവാദങ്ങളിൽ ഒരു തരത്തിലും തലയിടാൻ സണ്ണി ജോസഫ് ആഗ്രഹിക്കുന്നില്ല. ഈ പദവി ഒഴിഞ്ഞ് പോകണം എന്നതാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് കെപിസിസി യോഗം ചേർന്ന് വിവാദ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനോട് സണ്ണി ജോസഫിന് വലിയ താല്പര്യമില്ല. ആദ്യം കെപിസിസി അധ്യക്ഷനെ തീരുമാനിക്കട്ടെ എന്ന നിലപാടിലാണ് സണ്ണി ജോസഫ്. പക്ഷേ നേരത്തെ തന്നെ PM നിയാസ് ഒപ്പം തന്നെ MR അഭിലാഷ് തുടങ്ങിയ നേതാക്കൾ വിവാദ വിഷയങ്ങൾ കെപിസിസി യോഗം ചേരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു, കത്തും നൽകിയിരുന്നു. അത്തരം കാര്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യില്ല എന്നാണ് ദീപാദാസ് മുൻഷി ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. നിലവിൽ തന്റെ ഉദ്യമം ഒരു അജണ്ട മാത്രമേ ഉള്ളൂ. ആ അജണ്ട എന്ന് പറയുന്നത് പുതിയ കെപിസിസി ഭാരവാഹിയെ കണ്ടെത്തി പുതിയ കെപിസിസി ലീഡർഷിപ്പിനെ പുനഃസംഘടിപ്പിക്കുകയാണ്. ഒപ്പം തന്നെ 7ഓളം DCC അധ്യക്ഷന്മാർക്ക് മാറ്റം വേണം. 7 പേർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, 5 പേർ വിജയിച്ചു, 2 പേർ പരാജയപ്പെട്ടു. അവരും സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയും ഒപ്പം തന്നെ പാലക്കാടും അവരും നിലവിലുള്ള മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടമായ കെ.സി. വേണുഗോപാലിന്റെ നിലപാട്, ഹൈക്കമാൻഡിന്റെ നിലപാടുകൾ എത്രത്തോളം സ്വാധീനിക്കപ്പെടാം? സിജു, നിലവിൽ ഈ മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ക്ഷീണമാണ് കെ.സി. വേണുഗോപാലിന് ഉണ്ടായത്. അതിൽ വി.ഡി. സതീശന് ആ പദവി ലഭിച്ചു. ഒപ്പം തന്നെ പാർട്ടിയിലും MLA-മാരുടെയും പിന്തുണ ഉണ്ടായിട്ട് പോലും കെ.സി. വേണുഗോപാലിന് ആ പദവിയിലേക്ക് എത്താൻ കഴിയുന്നു. അതുകൊണ്ട് പാർട്ടി സംഘടനയുടെ അധ്യക്ഷ പദവിയിലേക്ക് വരുമ്പോൾ കെ.സി. വേണുഗോപാൽ നിർണ്ണയിക്കുന്ന ഒരാൾ തന്നെ വരുമെന്നതാണ് ഏകദേശ സൂചന. പക്ഷേ പുതിയ അധ്യക്ഷനായി പുതിയ പേര് മുന്നോട്ട് വെക്കാൻ വി.ഡി. സതീശൻ തയ്യാറാകുന്നില്ല. കാരണം അങ്ങനെ ഒരു പേര് മുന്നോട്ട് വെച്ചാൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന പേര് വിജയിക്കാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷിനെ പോലെയുള്ള ആൾക്കാരെ പിന്തുണയ്ക്കാനാണ് അദ്ദേഹം തയ്യാറാകുന്നത്. കാരണം കൊടിക്കുന്നിൽ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം AICC വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ഒപ്പം തന്നെ പലതവണ തഴയപ്പെട്ട ഒരു നേതാവാണ്. നിലവിൽ V.S. സുധീരനുമായും കൊടിക്കുന്നിൽ സുരേഷ് V.S. സുധീരനുമായും വി.ഡി. സതീശനോടും അടുപ്പം പുലർത്തുന്നുണ്ട്. ഐ വിഭാഗത്തിന്റെ പിന്തുണ ഒരു കാരണവശാലും ഈ ഘട്ടത്തിൽ ലഭിക്കില്ല. അത് ജോസഫ് വാഴക്കനാണ്. മറിച്ച് ഒന്നാമത് കൊടിക്കുന്നിൽ സുരേഷ് അല്ലെങ്കിൽ ജോസഫ് വാഴക്കൻ, മറിച്ച് ബെന്നി ബെഹനാൻ വരരുത് എന്ന നിലപാടാണ് വി.ഡി. സതീശനുള്ളത്. കാരണം ബെന്നി ബെഹനാനാണ് കെ.സി. വേണുഗോപാലിന്റെ കാര്യങ്ങൾ ഈ കഴിഞ്ഞ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിൽ MLA അവിടെ ഈ പ്രശ്നം നേരത്തെ കെ.സി. വേണുഗോപാൽ സണ്ണി ജോസഫ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇരട്ട പദവി എന്നുള്ള കാര്യം വേണ്ട, തന്നെ ഏതെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ AICC ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം. അങ്ങനെയാണെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷിനും ബെന്നി ബെഹനാനും ഒക്കെ തഴയപ്പെടില്ലേ? അവിടെയാണ് ഈ ജോസഫ് വാഴക്കന്റെ ഒരു സാധ്യത. സിജു, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തീരുമാനങ്ങൾക്കനുസരിച്ച് എടുക്കുന്ന തീരുമാനങ്ങൾക്കനുസരിച്ച് മാനദണ്ഡം തീരുമാനിക്കുന്ന ഒരു പാർട്ടിയാണ്. കാരണം നിലവിലുള്ള വർക്കിംഗ് പ്രസിഡന്റ് PC വിശ്വനാഥും AP അനിൽകുമാറും ഒപ്പം തന്നെ ഈ ഷാഫി പറമ്പിലും വർക്കിംഗ് പ്രസിഡന്റായി ഇരിക്കുകയാണ്. അദ്ദേഹം നിലവിൽ MP ആണ്. നിലവിലെ കെപിസിസി അധ്യക്ഷൻ MLA ആയിരുന്നപ്പോൾ തന്നെയാണ് അധ്യക്ഷ പദവിയിലേക്ക് വന്നത്. MP ആയിരുന്നപ്പോൾ തന്നെയാണ് കെ സുധാകരൻ കെപിസിസി അധ്യക്ഷ ചുമതല വഹിച്ചത്. അതുകൊണ്ട് അത് തന്നെ മാനദണ്ഡമാകണമെന്നില്ല. ഇങ്ങനൊരു മാനദണ്ഡം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് പ്രധാനമായും
എ വിഭാഗം നേതാക്കളാണ്. കാരണം ഐ വിഭാഗം നേതാക്കളാണ്. കാരണം രമേശ് ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്ന ജോസഫ് വാഴക്കനാണ് നിലവിൽ മറ്റു പദവികളൊന്നുമില്ലാതെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവസാന നിമിഷം അദ്ദേഹത്തെ മാറ്റി നിർത്തി. ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ക്ലെയിമും ജോസഫ് വാഴക്കനുണ്ട്. അതുകൊണ്ട് മുഴുവൻ സമയം പാർട്ടി പ്രവർത്തനങ്ങൾക്ക് മാത്രം, KPCCയുടെ പ്രവർത്തനങ്ങൾ മാത്രം ഏകോപിപ്പിക്കാൻ കഴിയുന്ന ഒരു നേതാവിനെ തന്നെ പദവിയിൽ കൊണ്ടുവരണം എന്ന നിലപാട് രമേശ് ചെന്നിത്തല പോലത്തെ നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഏത് തരത്തിലുള്ള മാനദണ്ഡമാണ് എന്ന് നോക്കിയാൽ KC വേണുഗോപാൽ തീരുമാനിക്കുന്നതനുസരിച്ചുള്ള ഭൂരിപക്ഷം മാനദണ്ഡമായിരിക്കും. അങ്ങനെയാണ് എങ്കിൽ ബെന്നി ബെഹനാൻ വരികയാണെങ്കിൽ ഈ മാനദണ്ഡമൊന്നും നടപ്പാക്കാൻ സാധ്യതയില്ല. മറിച്ച് ഹൈക്കമാൻഡ് ഒരു അന്തിമ തീരുമാനം KC വേണുഗോപാലിനെയും തീരുമാനത്തെയും ഖണ്ഡിച്ചുകൊണ്ട് ഒരാളെ കൊണ്ടുവരാനുള്ള തീരുമാനം എടുത്താൽ മാത്രമേ ഈ പറയുന്ന ജോസഫ് വാഴക്കലിലേക്കോ മറ്റു പേരുകളിലേക്കോ എത്താനുള്ള സാധ്യതയുള്ളൂ. സിജു. ശരി, നിർഭൻ ചക്രവർത്തിയാണ് തിരുവനന്തപുരത്ത് നിന്ന് KPCC അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ദീപാദാസ് മുൻഷി കേരളത്തിലെത്തിയത്. അതുമായി ബന്ധപ്പെട്ട ഗൗരവമായ ചർച്ചകളിലേക്ക് നേതാക്കൾ AK ആന്റണി അടക്കം ഉള്ളവരുമായി ചർച്ച നടത്തുമെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് നിർഭൻ ചക്രവർത്തി പങ്കുവച്ചത്.